പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളാണ് ബാറ്ററിയിൽ ശരിയായി ചാർജ് നിൽക്കുന്നില്ല, നെറ്റ് സ്ലോ ആകുന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഫോണിലെ നെറ്റ് വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് ഈ സെറ്റിംഗ്സ് എല്ലാം നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഇനി മുതൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഫോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ബാറ്ററി എന്ന് പറയുന്നത്. ഈ ബാറ്ററി നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ മൊബൈൽ ഫോണും നല്ലതുപോലെ പ്രവർത്തിക്കും. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? അതുകൊണ്ടാണ് പല ആളുകളും സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ബാറ്ററിയുടെ ലൈഫ് കൂട്ടാൻ എന്താണ് മാർഗങ്ങളെന്ന്, കൂടുതൽ കാലം ബാറ്ററി നിൽക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബാറ്ററിയുടെ ലൈഫ് കൂട്ടാൻ 4 പ്രധാനപ്പെട്ട മാർഗങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുകൂടാതെ കുറച്ച് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് കൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, ഒരു മൊബൈലിന്റെ ബാറ്ററി എന്ന് പറയുന്നത്, നമ്മൾ പുതിയൊരു മൊബൈൽ വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 വർഷത്തോളം, അത് തന്നെയാണ് കമ്പനിയും പറയുന്നത്, മാനുഫാക്ചർ പറയുന്നത്, ഒരു 3 വർഷമാണ് അത് സാധാരണ രീതിയിൽ വർക്ക് ചെയ്യുന്നത്. ആ സമയമാകുമ്പോൾ തന്നെ ഏകദേശം 300 തൊട്ട് 500 സൈക്കിൾ അതിന്റെ ചാർജിങ് ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് വരുന്ന ഓരോ സമയത്തും 10% അല്ലെങ്കിൽ 20% ബാറ്ററിയുടെ ലൈഫ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടി, നമ്മുടെ ബാറ്ററി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനിവിടെ കാണിച്ചിരുന്നു. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും വളരെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാറ്ററി ആൻഡ് പെർഫോമൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്കിപ്പോൾ നമ്മുടെ ഫോണിൽ എത്ര ശതമാനം ബാറ്ററി ഉണ്ടെന്ന് കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെ ബാറ്ററി സേവർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഞാനിവിടെ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് താഴെ അൾട്രാ ബാറ്ററി സേവർ എന്നൊരു ഓപ്ഷൻ കൂടി കാണാൻ സാധിക്കും. അത് എനേബിൾ ചെയ്താൽ കുറച്ചുകൂടി അധിക നേരം ഫോൺ ഉപയോഗിക്കാനുള്ള ബാറ്ററി നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ പിന്നെ കുറച്ചുകൂടി താഴോട്ട് വന്നാൽ ഓരോ ആപ്ലിക്കേഷനും എത്ര mAh ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്, എത്ര ശതമാനം ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാം. അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണുക, എങ്കിലേ മനസ്സിലാവുള്ളൂ. ഇവിടെ കണ്ടോ, ഇത്രത്തോളം സമയം ഉപയോഗിച്ചപ്പോൾ ഇത്രത്തോളം ബാറ്ററി കൺസ്യൂം ചെയ്യുന്ന കൃത്യമായ വിവരങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിശദമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തു തരുന്നത്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത്. ഇനി നമുക്കിത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പവർ വല്ലാതെ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ബാറ്ററി റീചാർജ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബാറ്ററി ലൈഫ് കിട്ടാൻ വേണ്ടി, അതായത് ബാറ്ററി കൂടുതൽ കാലം നിൽക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന്. അതിനായി നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജർ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളുടെ ഫോണിന്റെ ചാർജിന് 100% ഫുള്ളാക്കി വെക്കാതിരിക്കുക. അതായത് ഒരു 85 to 90 വരെ മാക്സിമം അത്രയും മതി. അപ്പോഴേക്കും ചാർജർ അൺപ്ലഗ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ ടെക്നിക്ക്. അതുപോലെ രണ്ടാമത് പറയുന്നത്, നമ്മൾ ഒരിക്കലും ചാർജ് ചെയ്യുന്ന സമയത്ത് പവർ സേവർ മോഡ് ഓൺ ചെയ്ത് വയ്ക്കരുത്. നമ്മൾ സാധാരണ അതൊന്നും ശ്രദ്ധിക്കാറില്ല.
ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് പവർ സേവിങ് മോഡ് ഓൺ ആണെങ്കിലും അല്ലെങ്കിലും ചാർജ് ചെയ്യാൻ കുത്തിയിടും, അത്രയാണ്. എന്നാൽ ഇനി മുതൽ അതൊന്ന് ശ്രദ്ധിച്ചോളുക. പവർ സേവിങ് മോഡ് ഓൺ ആക്കേണ്ടത് എപ്പോഴാണ്? ചാർജ് ഒക്കെ ഒരു 85% ആയതിനു ശേഷമാണ് അത് ഓൺ ആക്കേണ്ടത്. അത് രണ്ടാമത്തെ ടിപ്പാണ്. മൂന്നാമത്തേത്, നിങ്ങൾ പവർ ചാർജർ ഉപയോഗിക്കുന്ന സമയത്ത് കഴിവതും പവർ ചാർജർ ഒഴിവാക്കുക. പവർ ചാർജർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫാസ്റ്റ് ചാർജർ എന്നാണ്. ബാറ്ററി വളരെ ചെറിയ സമയം കൊണ്ട് ചാർജ് ആകാനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. പക്ഷേ ബാറ്ററി പെട്ടെന്ന് ചാർജ് ആകുന്ന സമയത്ത് ബാറ്ററി വളരെയധികം ഹീറ്റ് ആവും. പിന്നീട് അത് ബൾജായി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? സാധാരണ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുക. അതാണ് വളരെ നല്ലത്. ഇതാണ് മൂന്നാമത്തെ ടിപ്പ്. ബാറ്ററി പെട്ടെന്ന് ഡാമേജ് ആയി പോകാനുള്ള സാധ്യത ഈ ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. കാരണം വളരെ പെട്ടെന്ന് ഹൈ ലോഡ് വരുന്നതാണ്. ബാറ്ററി വളരെ പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകും. അതുകൊണ്ട് നോർമൽ ചാർജർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അത്രയ്ക്കും വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കാം. ഇനി അടുത്തതായിട്ടുള്ള കാര്യം, അതായത് നമ്മുടെ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പുതിയ ഫോൺ വാങ്ങുമ്പോൾ, അതായത് പുതിയ ഫോൺ വാങ്ങി ഉപയോഗിക്കുമ്പോൾ കുറഞ്ഞത് ഒരു 5-6 മാസത്തേക്ക് ഒരിക്കലും ഇതുപോലുള്ള പവർ ബാങ്കുകൾ ഫോണിലേക്ക് കണക്ട് ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, 10,000 അല്ലെങ്കിൽ 20,000 അല്ലെങ്കിൽ അതിലും കൂടുതൽ mAh ഒക്കെയാണ് പവർ ബാങ്കിന്റെ ഒക്കെ പവർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പവർ ബാങ്കുകൾ പല കമ്പനികളുടെയും ഉണ്ട്, പല ലോക്കൽ കമ്പനികളുടെയും ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയ ബാറ്ററി ഉള്ള മൊബൈലിലേക്ക് ഉപയോഗിക്കാതിരിക്കുക. അത് നമ്മുടെ ബാറ്ററിയെ വളരെ പെട്ടെന്ന് ഡാമേജ് ആക്കുന്നതിനും ബാറ്ററിയുടെ ലൈഫ് കുറയ്ക്കുന്നതിനും കാരണമാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 4 കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി വളരെ കാലം നല്ലതുപോലെ നിൽക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് ബാറ്ററിയുടെ ലൈഫ് കൂട്ടാനുള്ള 4 മാർഗങ്ങളും അതുപോലെ അഡ്വാൻസ് സെറ്റിംഗ്സിലുള്ള കാര്യങ്ങൾ. ബാറ്ററി ലൈഫ് കൂട്ടാനുള്ള മാർഗം. ഇനിയുള്ളത് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിനെ കുറിച്ചാണ്. സാധാരണ സെറ്റിംഗ്സിൽ നോക്കിയാൽ ബാറ്ററിയുടെ പെർഫോമൻസിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയ ഓപ്ഷൻ ഒന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് ഈ സെറ്റിംഗ്സിന്റെ ഉള്ളിൽ മറ്റൊരു സെറ്റിംഗ്സ് ഉണ്ട്. അതായത് ഒരു ഡെവലപ്പർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഈ ഡെവലപ്പർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മൊബൈൽ ടെക്നീഷ്യന്മാർക്ക് അല്ലെങ്കിൽ ഡെവലപ്പർമാരോ അവർക്ക് വേണ്ടിയുള്ള സെറ്റിംഗ്സ് ആണിത്. അതുകൊണ്ട് മൊബൈൽ സെറ്റിംഗ്സിനെ കുറിച്ച് അത്യാവശ്യം അറിവുള്ളവർ മാത്രം ഈ സെറ്റിംഗ്സ് ചെയ്തു നോക്കുക. അല്ലാത്തവർ ഇത് ചെയ്തു നോക്കാൻ നിൽക്കേണ്ട. അങ്ങനെയുള്ളവർ ഫോൺ സർവീസ് സെന്ററിൽ കൊടുത്ത് ചെയ്യുന്നതാവും നല്ലത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോണിന്റെ ഡെവലപ്പർ സെറ്റിംഗ്സിൽ എടുക്കാൻ വേണ്ടി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. അതിൽ എബൌട്ട് ഫോൺ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് വേർഷൻ എന്നൊരു ഭാഗം കാണുന്നുണ്ട്. അതിൽ 7 തവണ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡെവലപ്പർ സെറ്റിംഗ്സ് കിട്ടുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി 7 തവണ ടാപ്പ് ചെയ്തതുകൊണ്ട് ഡെവലപ്പർ മോഡ് എനിക്ക് എനേബിൾ ആയിട്ടുണ്ട്. അത് എവിടെയാണ് ഉള്ളതെന്ന് കാണണമെങ്കിൽ ഫോണിന്റെ സെറ്റിംഗ്സ് ഒരിക്കൽ കൂടി ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. താഴേക്ക് വരുമ്പോൾ അഡീഷണൽ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഓപ്ഷൻ ഓപ്പൺ ആക്കിയിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. എന്നിട്ട് ആദ്യം ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കുക. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഇതിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. കുറച്ചധികം താഴോട്ട് വരിക. അവിടെ കാണാൻ സാധിക്കും വിൻഡോ ആനിമേഷൻ സ്കെയിൽ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പല ഡ്യൂറേഷനിലുള്ള ആനിമേഷൻ സ്കെയിൽ കാണാൻ സാധിക്കും.
ഇതെല്ലാം നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയെ പെട്ടെന്ന് തീർക്കും. അതുകൊണ്ട് ഈ ആനിമേഷൻ ഓഫ് ചെയ്ത് വെക്കുക. അടുത്തത് തൊട്ട് താഴെയുള്ള ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിലാണ്. ഇതും ഓഫ് ചെയ്യാം. ഇനിയുള്ളത് ആനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിലാണ്. ഇതും ഓഫ് ചെയ്യാം. അപ്പോൾ ആനിമേഷൻ്റെ എല്ലാ സെറ്റിങ്സുകളും നമ്മൾ ഓഫ് ചെയ്ത് വെച്ചു. ഇത് കാരണം നമുക്ക് ധാരാളം ബാറ്ററി സേവ് ചെയ്യാൻ കഴിയും. നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നവർ നേരിടുന്ന അടുത്ത പ്രശ്നം എന്താണെന്നറിയോ? നെറ്റ്വർക്ക് ഇഷ്യൂ തന്നെയാണ്. നമ്മൾ ഏത് ടൈപ്പ് കണക്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാലും, ജിയോ ആയിക്കോട്ടെ, എയർടെൽ ആയിക്കോട്ടെ, BSNL ആയിക്കോട്ടെ, ഏതായാലും നമുക്ക് നെറ്റ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് പലർക്കും. ഞാനിവിടെ ചെറിയൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ആ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് നെറ്റ്വർക്കിന്റെ സ്പീഡ് ഡബിൾ ആക്കാൻ സാധിക്കും. ഇത് എല്ലാ ഫോണിലും വർക്കാകുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. കാരണം ഓരോ ഫോണിലും ഓപ്ഷൻസ് ഓരോ രീതിയിലായിരിക്കും. അതുകൊണ്ട് ചില കോഡുകളൊന്നും ചില ഫോണിൽ വർക്കാവില്ല. ഞാൻ എൻ്റെ ഫോണിൽ ചെയ്തു നോക്കി. ഇപ്പോൾ അതിൽ നല്ല സ്പീഡിൽ നെറ്റ് കിട്ടുന്നുണ്ട്. ആ ഫോണിൽ എന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ചാൽ, വീടിൻ്റെ ചില ഏരിയകളിൽ ചില റൂമുകളിലൊന്നും നെറ്റ് കിട്ടുന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ ടെക്നിക്ക് ആ ഫോണിൽ ഒന്ന് ചെയ്തു നോക്കിയത്. ഇപ്പോൾ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. എവിടെയൊക്കെയായിരുന്നോ നെറ്റ് കിട്ടായിരുന്നത് അവിടെയൊക്കെ ഇപ്പോൾ നല്ല സ്പീഡിൽ നെറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എല്ലാ ഫോണിലും ഇത് വർക്ക് ആയിക്കൊള്ളണമെന്നില്ല. എങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ ആയാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ആയില്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ടെക്നിക്ക് നോക്കേണ്ടതായിട്ട് വരും. നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫോണിൻ്റെ ഹോം പേജിൽ നിന്നിട്ട് നമുക്ക് ഡയൽ പാഡ് ഓപ്പൺ ചെയ്യാം. അതിൽ ടൈപ്പ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം. ഡയൽ പാഡ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ സ്റ്റാർ ഹാഷ് സ്റ്റാർ ഹാഷ് 4 6 3 6 ഹാഷ് സ്റ്റാർ ഹാഷ് സ്റ്റാർ. ഇതാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് നിങ്ങൾക്ക് കാണാം, ഒരു 3 സെറ്റിങ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഫോൺ ഇൻഫർമേഷൻ 1, ഫോൺ ഇൻഫർമേഷൻ 2. ഇത് 2 സിമ്മിന്റെ ഫോൺ ആയതുകൊണ്ടാണ് ഇൻഫർമേഷൻ 1, 2 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. പിന്നെ അതുകൂടാതെ വൈഫൈ ഇൻഫർമേഷൻ. ഇങ്ങനെ 3 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ വേണ്ടത് ഫോൺ ഇൻഫർമേഷൻ എന്ന ഓപ്ഷനാണ്. ഇപ്പം എൻ്റെ ഫോണിൽ നെറ്റുള്ള സിം 1 ആണ്. നിങ്ങളുടെ ഫോണിൽ ഏതാണോ ആ ഫോണിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് എല്ലാ ഫോണിലും കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ GSM, WCDMA എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ കാണുന്നുണ്ട്. ഏതാണ് നമ്മുടെ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇവിടെ ഓപ്ഷൻസ് മാറി വരും. ഇവിടെ നമുക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യണം. ഓപ്ഷൻസ് ഒന്നും മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഏത് ടൈപ്പ് നെറ്റ്വർക്ക് ആണോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ടൈപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ, ഒരു 10-20 ടൈപ്പ് നമുക്കിവിടെ കാണാൻ കഴിയും. നമുക്കതിൽ നെറ്റിന്റെ സ്പീഡ് കൂടാൻ വേണ്ടി നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്, ഇവിടെ താഴേക്ക് വന്നാൽ LTE ഇതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഈ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ആ ബട്ടൺ എന്ന് പറയുന്നത് മൊബൈൽ റേഡിയോ പവർ, ഈ ഓപ്ഷൻ.
അതും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ 2 ഓപ്ഷൻസ് എനേബിൾ ചെയ്ത് വെച്ചു. ആരും തെറ്റിച്ച് ചെയ്തു വയ്ക്കരുത്. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇത് നമ്മുടെ നെറ്റ്വർക്കിനെ ഡബിൾ സ്പീഡിലേക്ക് എത്തിക്കും. ഇത്രയും ചെയ്തതിനു ശേഷം ബാക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഫോൺ റീസ്റ്റാർട്ട് ആയതിനു ശേഷം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ. നല്ലതുപോലെ നെറ്റ്വർക്കിന്റെ സ്പീഡ് കൂടിയതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമ്മുടെ മൊബൈലിൽ നെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്ന കംപ്ലൈന്റ് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് രാത്രി, അതായത് 12 മണിക്ക് ശേഷമാണ്. നമ്മുടെ ഫോണിലെ ഡെയിലി നെറ്റിന്റെ ഡാറ്റ അപ്ഡേറ്റ് ആകുന്നത് രാത്രി 12 മണിക്ക് ശേഷം. എല്ലാ നെറ്റ്വർക്കിലും നെറ്റ് ആഡ് ആകുന്നത് ഈ സമയത്ത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു പകുതിയോളം നെറ്റ് തീർന്ന അവസ്ഥ പലർക്കും ഉണ്ട്. പല കൂട്ടുകാരും എന്നോട് ചോദിച്ച കാര്യമാണ് അതെന്തുകൊണ്ടാണെന്ന്. നെറ്റ് തീരുന്നത് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കാതെ തന്നെ താനെ നെറ്റ് തീർന്നു പോകുന്ന ഒരവസ്ഥ. ഇതെങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. കാരണം 3-4 സ്റ്റെപ്സ് ഇതിലുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ 4 എണ്ണവും സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം, അതുപോലെ 5-ാമത്തെ ഒരെണ്ണം കൂടി പറഞ്ഞു തരും. അത്രയും ഓപ്ഷൻസ് ഇതിലുണ്ട്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിങ്സ്, അതിൽ താഴോട്ട് വന്നാൽ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ചാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ചാറ്റ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ സാധാരണ ചാറ്റ് ബാക്കപ്പ് കൊടുക്കാറുണ്ട്, ഡെയിലിയാണ് കൊടുക്കാറുള്ളത്. പക്ഷേ നമ്മൾ ഡെയിലി ബാക്കപ്പ് കൊടുക്കുന്ന സമയത്ത് ഡെയിലി നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഫോട്ടോസ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ബാക്കപ്പ് ആവുന്നുണ്ട്. പക്ഷെ നെറ്റ് തീർന്നു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നോക്കിയേ. ഇവിടെ നോക്കിയാൽ ബാക്കപ്പ് യൂസിങ് സെല്ലുലാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതിന്റെ താഴെ ഇൻക്ലൂഡ്സ് വീഡിയോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇതൊക്കെ ഓണായിട്ടാണ് കിടക്കുന്നത്. ഇതൊക്കെ ഓണായിട്ട് കിടന്നാൽ നമ്മുടെ വീഡിയോസ്, വാട്സപ്പിലെ വീഡിയോസ്, അതുപോലെ തന്നെ ഫോട്ടോസ് ഒക്കെ ബാക്കപ്പ് ആവും. ഇവിടെ നമുക്ക് ബാക്കപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് താഴെയായിട്ട് നമുക്ക് കാണാം ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ്. ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് only when I tap backup എന്നാക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം, നമുക്ക് എവിടെയെങ്കിലും വെച്ച് വൈഫൈ കിട്ടുന്ന സ്ഥലങ്ങളാണെങ്കിൽ ആ സ്ഥലങ്ങളിൽ നിന്ന് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഓൺ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെയിലി നമ്മൾ കിടന്നുറങ്ങുന്ന സമയമാണെങ്കിൽ ആ സമയത്താണ് സാധാരണ ഗൂഗിൾ ഡ്രൈവിലായിട്ട് ബാക്കപ്പ് ചെയ്യുന്നത്. രാത്രി ഒരു 2 മണി സമയത്തൊക്കെയാണ്. അതുകൊണ്ടാണ് രാവിലെ എണീച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നെറ്റ് വളരെയധികം തീർന്നു പോകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? only when I tap backup എന്ന് കൊടുക്കുക. എന്നിട്ട് എവിടെ വെച്ചിട്ടാണോ നിങ്ങൾക്ക് വൈഫൈ ഒക്കെ കിട്ടുന്നത് ആ സ്ഥലത്ത് നിന്ന് മാത്രം നമുക്കിത് ടാപ്പ് ചെയ്ത് ബാക്കപ്പ് എടുക്കാം. പിന്നെ താഴേക്ക് വന്നാൽ ബാക്കപ്പ് യൂസിങ് സെല്ലുലാർ, ഇത് ഓഫ് ചെയ്ത് വയ്ക്കുക. അതായത് നമ്മുടെ മൊബൈൽ ഡാറ്റ തീർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കപ്പ് യൂസിങ് സെല്ലുലാർ ഓഫ് ചെയ്ത് വയ്ക്കുക. അതുപോലെ താഴെയുള്ള ഇൻക്ലൂഡ്സ് വീഡിയോസ് എന്നതും ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഇതുവഴി നമുക്ക് നല്ല രീതിയിൽ തന്നെ നെറ്റ് ലാഭിക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് പ്ലേ സ്റ്റോറിലാണ്.
അതുകൊണ്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മുകളിലുള്ള പ്രൊഫൈലിലെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. എല്ലാവരും ഇത് ഫോണിൽ ചെയ്ത് വെക്കുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മൊബൈൽ ഇതൊക്കെ സെറ്റ് ചെയ്തേക്കണം. ഇവിടെ നമുക്ക് നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓട്ടോ അപ്ഡേറ്റ് ആപ്സ്. ഇവിടെ നമ്മൾ ഓട്ടോ അപ്ഡേറ്റ് ആപ്സിൽ സെലക്ട് ചെയ്യേണ്ടത് ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് എന്ന ഓപ്ഷനാണ്. ഇത് എല്ലാ ദിവസവും രാത്രി നമ്മുടെ ഫോണിൽ നിന്ന് നെറ്റ് വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആപ്സ് ഡൗൺലോഡ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് നമ്മൾ ഓവർ വൈഫൈ ഉള്ളി എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ആസ്ക് മീ എവരി ഡേ എന്നുള്ളത് കൊടുക്കുക. അത് ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മളോട് പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യും. അതാണ് ഈ ഒരു ഓപ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വൈഫൈ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം നമുക്ക് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതുവഴി നമുക്ക് വളരെയധികം നെറ്റ് ലാഭിക്കാൻ പറ്റും. ഇനി അടുത്ത ഓപ്ഷൻ എന്നത് ഗൂഗിൾ ഫോട്ടോസിലാണ് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മുകളിലുള്ള ആ പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുക. പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ഫോട്ടോസൊക്കെ ആഡായി ഇതിൽ കിടപ്പുണ്ട്. നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കായി അതിലേക്ക് ആഡായി പോകുന്നതാണ്. ഇതൊക്കെ പലതും രാത്രി കാലങ്ങളിലാണ് നമ്മുടെ ഫോണിൽ ബാക്കപ്പ് ആയിട്ട് വരുന്നത്. ഇവിടെ ഫോട്ടോ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്തൊന്ന് കാണാവുന്നതാണ്. അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇവിടെ ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് ഓൺ ആയി കിടപ്പുണ്ടെങ്കിൽ അതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ എല്ലാ ഫോട്ടോസും വീഡിയോസും ഓട്ടോമാറ്റിക്കായി ബാക്കപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നെറ്റ് വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ പറഞ്ഞു തരാം. എല്ലാ ഓപ്ഷനും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെയ്ത് വെക്കുക. അതുവഴി നല്ല രീതിയിൽ നെറ്റ് നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയും. അടുത്ത ഓപ്ഷൻ വരുന്നത് നമ്മുടെ ഗൂഗിൾ ക്രോമിലാണ്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിൽ മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ താഴോട്ട് വരുമ്പോൾ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വരുമ്പോൾ ഇവിടെ ഡൗൺലോഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ഡൗൺലോഡ്സിൽ ചോദിക്കുന്നുണ്ട് ആസ്ക് വെയർ ടു സേവ് ഫയൽ. അത് ഓഫ് ആണെങ്കിൽ അത് ഓൺ ചെയ്ത് വെക്കുക. അതായത് നിങ്ങളുടെ ഫയൽസ് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അത് ചോദിച്ചതിന് ശേഷം മാത്രം അത് സേവ് ആക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഓൺ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അഥവാ നമ്മൾ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളോട് ചോദിച്ചതിന് ശേഷം മാത്രം അത് ഡൗൺലോഡ് ആവുള്ളൂ. അപ്പോൾ അതുവഴി നമുക്ക് ഓട്ടോ ആയിട്ട് നെറ്റ് തീർന്നു പോകുന്നത് നമുക്ക് തടയാൻ സാധിക്കും. ഇനി അടുത്തൊരു സെറ്റിംഗ്സ് കൂടെ അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇത്രയും സെറ്റിംഗ്സിൽ ചെയ്തു വെച്ചാൽ നമുക്ക് വളരെയധികം നെറ്റ് ലാഭിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത സെറ്റിംഗ്സിൽ നമുക്ക് ചെയ്യേണ്ടത് അതിനായിട്ട് വാട്സപ്പ് ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക. അതിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് യൂസ് ലെസ് ഡാറ്റ ഫോർ കോൾസ് എന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പം നമുക്ക്
കോൾസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് ഡാറ്റ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇത് മാത്രമല്ല, താഴോട്ട് വന്നു കഴിഞ്ഞാൽ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ളിടത്ത് നോ മീഡിയ ആക്കി കൊടുക്കുക. അതായത് ഈ ടിക്ക് മാർക്ക് കിടക്കുന്നതെല്ലാം മാറ്റിക്കളയാം. അതുപോലെ വൈഫൈയിലും നോ മീഡിയ തന്നെ ആക്കി കൊടുക്കുക. ഇനി എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ മാനുവലായിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ വെൻ റോമിങ്ങിലും ഈ ടിക്കെല്ലാം മാറ്റി കളഞ്ഞിട്ട് നോ മീഡിയ ആക്കി കൊടുക്കുക. ഇത്രയും സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിൽ നിർബന്ധമായി ചെയ്തു വയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാനുണ്ടെങ്കിൽ മാനുവലി ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ രാത്രി കാലങ്ങളിൽ നെറ്റ് താനേ തീർന്നു പോകുന്ന ഈ ഒരു പ്രശ്നം നമുക്ക് നല്ല രീതിയിൽ സോൾവ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ തന്നെ ഈ സെറ്റിങ്സ് എല്ലാം ചെയ്തു വയ്ക്കാൻ മറക്കരുത്. ഇനി നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന്റെ സെറ്റിങ്സിൽ കൂടെ ചില മാറ്റങ്ങൾ വരുത്തിയാൽ കുറച്ചുകൂടി ഡാറ്റ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആണല്ലോ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം. ഇതൊക്കെ ഇതിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് യൂട്യൂബ് ആപ്ലിക്കേഷനാണ്. യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജിലുള്ള വീഡിയോ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ പ്ലേ ചെയ്യാതെ തന്നെ ഇതിങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഡാറ്റ സേവ് ചെയ്യാൻ കഴിയും. അതുകൂടാതെ ഹൈ ക്വാളിറ്റിയിലാണ് നമുക്കൊക്കെ ഈ വീഡിയോ പ്ലേ ആയി കാണുന്നത്. അതൊന്ന് റെഡ്യൂസ് ചെയ്താലും കുറച്ച് ഡാറ്റ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെ ചെയ്യാൻ കഴിയും? അതിൻ്റെ സെറ്റിങ്സ് എവിടെയാണുള്ളത്? അത് ചെയ്യാൻ വേണ്ടി യൂട്യൂബിൻ്റെ മുകളിൽ വലത് ഭാഗത്തുള്ള പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്നിട്ട് സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സ് എടുത്തിട്ട് ഇവിടെ ഡാറ്റ സേവിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇതൊന്ന് ഓൺ ആക്കി കൊടുക്കുക. ഇത് ഓൺ ആക്കി കൊടുത്താൽ പ്ലേ ആകുന്ന വീഡിയോ എല്ലാം കുറഞ്ഞ ക്വാളിറ്റിയിൽ നമുക്ക് നമ്മുടെ നെറ്റിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് പ്ലേ ചെയ്യിക്കാനാവും. എന്നിട്ട് ഒന്ന് ബാക്ക് വരിക. ശേഷം ഈ ജനറൽ എന്ന ഭാഗവും ഓപ്പൺ ചെയ്യാം. ഇവിടെ പ്ലേബാക്ക് ഫീഡ് എന്ന ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ വൈഫൈ കൊടുക്കാം, അല്ലെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബിലെ വീഡിയോസ് ഓട്ടോ പ്ലേ ആകുന്നത് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ ഒരുപാട് ഡാറ്റ നമുക്ക് സേവ് ചെയ്യാനും കഴിയും. ഇനി അടുത്തതായി നമുക്ക് ഫേസ്ബുക്ക് എടുക്കാം. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് മുകളിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം അതിനകത്ത് നിന്ന് സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ മീഡിയ എന്നൊരു ഭാഗം കാണാം. ഈ മീഡിയ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡാറ്റ സേവർ എന്ന ഈ ഓപ്ഷൻ ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ കുറഞ്ഞ ക്വാളിറ്റിയിൽ വീഡിയോ നന്നായിട്ട് തന്നെ പ്ലേ ആകുന്നതാണ്. അതുപോലെ തന്നെ ഓട്ടോ പ്ലേ എന്നുള്ളത് നെവർ ഓട്ടോ പ്ലേ വീഡിയോസ് എന്നതിലേക്ക് മാറ്റുക. നിങ്ങൾ വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വൈഫൈ എന്ന് ആക്കി കൊടുക്കാവുന്നതാണ്. മൊബൈൽ ഡാറ്റ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നെവർ ഓട്ടോ പ്ലേ വീഡിയോ എന്നാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയും കുറേ ഡാറ്റ നമുക്ക് സേവ് ചെയ്യാനാവും. ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാം എടുക്കാം. ഇൻസ്റ്റാഗ്രാം ഒരുപാട് ആൾക്കാർ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് ചെയ്യേണ്ടത്? ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. ഇവിടെ താഴെ ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിൽ 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിങ്സ് കാണാം. അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ അക്കൗണ്ട്സ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അക്കൗണ്ട് സെലക്ട് ചെയ്താൽ ഇവിടെ മൊബൈൽ ഡാറ്റ യൂസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
ഇവിടെ ഡാറ്റ സേവർ എന്ന ഈ ഭാഗം കാണാം. അത് ഓൺ ചെയ്ത് കൊടുക്കുക. അവിടെയും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുമ്പോഴായാലും അതിൻ്റെ ഹോം പേജിലായാലും ഒരുപാട് ഡാറ്റ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഈ ആപ്ലിക്കേഷനിൽ കൂടി മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നതിൽ കൂടുതൽ ടൈം നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കാൻ കഴിയും. ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് പോലും നമ്മുടെ നെറ്റ് തീർന്നു പോകുന്നത് എങ്ങനെയെന്ന്. അപ്പോൾ നിങ്ങൾ ഈ സെറ്റിംഗ്സ് എല്ലാം ചെയ്തു വെച്ച ശേഷം നിങ്ങളുടെ കമന്റ്സ് ഒന്ന് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ടും ചെയ്യുക.